ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കുണ്ടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏട്ടത്തി ഈ വീട്ടിൽ നിന്നും പോകാൻ കാരണം ഭാസ്കരനാണെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാനായി വന്ന ഭാസ്കരനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഹരീഷ്. സുഭാഷ് ഹരീഷിനെ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി എനിക്ക് ഈ ഭക്ഷണം വേണ്ട, ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. സുഭാഷ് ഹരീഷിനോട് പറയുന്നു, എടാ ഒരാൾ കഴിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഹരീഷ് ചോദിക്കുന്നു, ഈ വീടിന് വേണ്ടി അയാൾ ഒരു നല്ല കാര്യമെങ്കിലും ചെയ്തിട്ടുണ്ടോ? സുഭാഷേന്റെ മാത്രം എന്താ ഇത്ര സ്നേഹം അയാളോട്? അയാൾ എവിടെയെങ്കിലും പോട്ടെ, അയാൾ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഈ വീട് നന്നാകില്ല. നികേഷ് വിഷമത്തോടുകൂടി ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താണ് നികേഷ് നീ ഒന്നും കഴിക്കാഞ്ഞത്? അപ്പൊ നികേഷ് പറയുകയാണ്, വിശപ്പില്ല സുഭാഷേട്ടാ, ഭക്ഷണം ഇറങ്ങുന്നില്ല. ഈ വീട് വീണ്ടും നരകമായി. ദിവസം ഇവിടെ വഴക്കുണ്ടാകും. പുറത്തു പോയാൽ നാട്ടുകാർ അതിനെക്കുറിച്ച് ചോദിക്കും. വീണ്ടും നമ്മുടെ ജീവിതം പഴയതുപോലെ ആകാൻ പോവുകയാണോ? അങ്ങനെയൊന്നും ഇല്ലടാന്ന് സുഭാഷ് പറയുമ്പോൾ, സാരമില്ല സുഭാഷേട്ടാ, വീണ്ടും പഴയതുപോലെ എല്ലാം ശീലിക്കാന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് റൂമിലേക്ക് വന്ന ദിവ്യ ചോദിക്കുന്നു, നിധി കഴിച്ചില്ലേ? കണ്ടില്ലായിരുന്നല്ലോ അവിടെ. വിശപ്പില്ലാന്ന് നിധി പറയുമ്പോൾ ദിവ്യ പറയുകയാണ്, വിശപ്പില്ലെന്നോ? ഓഫീസിൽ വെച്ച് ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ? നിധി ഡയറ്റിലാണോ? അപ്പൊ നിധി പറയുകയാണ്, വിശപ്പില്ലായിരുന്നു. ഇത് കേട്ട് ദിവ്യ പറയുകയാണ്, ഇവിടുത്തെ ഭക്ഷണം കൊള്ളില്ല, നമുക്ക് വേണമെങ്കിൽ പുറത്തു പോയി കഴിക്കാം. അപ്പൊ നിധി പറയുന്നു, അത് സാരമില്ല, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നിധി കാണുകയാണ് ജനലിന്റെ അരികിൽ ഒരു ബലൂൺ, അതിൽ സോറി എന്ന് എഴുതിയിട്ടുണ്ട്. നിധിയും ദിവ്യയും ജനലിന്റെ അരികിലേക്ക് വന്ന് നോക്കുമ്പോൾ സുധീഷ് ആ ബലൂണുമായി നിൽക്കുന്നത് കാണുകയാണ്. ദിവ്യ ചോദിക്കുന്നു, നിധി ആ ബലൂണും പിടിച്ചു നിൽക്കുന്നത് നിധിയുടെ റിലേറ്റീവ് അല്ലേ? സുധീഷ് സോറി എന്ന് പറയുകയാണ് നിധിയോട്. ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, എന്തിനാ സുധീഷ് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ സോറി പറയാൻ വന്നതാണ് നിധി. അപ്പൊ നിധി പറയുകയാണ്, സോറി പറയാനോ? കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ ബലൂണൊക്കെ പറപ്പിച്ചാണ് സോറി പറയുന്നത്. എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ലേ? എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയാണ്. നിധി ചോദിക്കുന്നു, ഇവിടെ ഉള്ളവരെല്ലാവരും എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി എന്നെ ഇങ്ങനെ വഴക്ക് പറയാതെ എന്നോട് ക്ഷമിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. അപ്പൊ നിധി പറയുകയാണ്, ദയവ് ചെയ്ത് ഒരു പ്രശ്നത്തിന് ഏൽക്കാതെ സുധീഷ് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞതി, ഞാൻ ഉടനെ പൊയ്ക്കോളാം. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, ആദ്യം ആ ബലൂൺ ഒന്ന് താഴ്ത്തിയിട്. സുധീഷ് ടെൻഷനോടുകൂടി ബലൂൺ താഴ്ത്തുമ്പോൾ അതിലൊരു ബലൂൺ പൊട്ടുകയാണ്. ദേഷ്യത്തോടുകൂടി നിധി പറയുന്നു, സുധീഷ് ആദ്യം ഇവിടെ നിന്ന് പോകാൻ നോക്ക്. അപ്പൊ സുധീഷ് പറയുകയാണ്, സോറി നിധി, ഞാൻ ചെയ്തത് വലിയ തെറ്റാ, എന്നോട് ക്ഷമിച്ചു എന്ന് മാത്രം പറ, ഞാൻ പിന്നെ നിധിയുടെ കൺമുന്നിൽ പോലും വരില്ല, ഉടനെ പൊയ്ക്കോളാം. എന്നോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വാശി പിടിച്ച് നിൽക്കല്ലേ നിധി? എന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നത് വരെ ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ വരും. ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാ ഞാൻ എന്റെ വഴിക്ക് പൊയ്ക്കോളാം. അപ്പൊ നിധി പറയുകയാണ്, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് കൊണ്ടാ എനിക്ക് സുധീഷിനോടുള്ള ദേഷ്യം കൂടുന്നത്. ദയവ് ചെയ്ത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. സുധീഷ് ചോദിക്കുന്നു, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ നിധി? ഞാൻ വേറെ എന്ത് പറഞ്ഞാലാ നിധി എന്നോട് ക്ഷമിക്കുക? അപ്പൊ നിധി പറയുകയാണ്, ഇനി ഈ ഭാഗത്തേക്ക് വരരുത്, വെറുതെ എന്റെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കാതെ സുധീഷ് പോയാൽ ക്ഷമിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം. ശരി നിധി എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും നിധിയുടെ ഫ്രണ്ട്സ് അല്ലേ? ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. ഞാൻ എത്ര സോറി പറഞ്ഞാലും നിധി എന്നോട് ക്ഷമിക്കുന്നില്ല. നിങ്ങളെങ്കിലും ഒന്ന് പറ എന്നോട് ക്ഷമിക്കാൻ. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചിട്ട് ഒരു നല്ല തീരുമാനം എടുക്കണേ. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് നിധി. തുടർന്ന് ദിവ്യ ചോദിക്കുകയാണ്, നിധി അയാൾ നിധിയുടെ റിലേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്? സോറി ചോദിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നു. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒരാൾ പറയുകയാണ്, പാവം ബലൂൺ ഒക്കെ വന്ന് സോറി ചോദിക്കുന്നു. ബോയ് ഫ്രണ്ട് ആണോ? അങ്ങനെയൊന്നും ഇല്ലാന്ന് നിധി പറയുമ്പോൾ ഒരാൾ പറയുകയാണ്, നിധിയെ ഇംപ്രസ് ചെയ്യാനായിട്ടല്ലേ അയാൾ ബലൂൺ ഒക്കെ വിട്ട് സോറി ചോദിക്കുന്നത്, ക്ഷമിച്ചൂടെ? ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് ദിവ്യ പറയുകയാണ്, ശരി ശരി, നിങ്ങൾ എല്ലാവരും പോയിക്കോ, ഞാൻ നിധിയുമായി സംസാരിക്കട്ടെ. ഇത് കേട്ട് എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ ദിവ്യ ചോദിക്കുകയാണ്, അയാള് നിധിയുടെ റിലേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്? നിധി അയാള് പ്രപ്പോസ് ചെയ്തോ? അത് ഇഷ്ടപ്പെടാതെയാണോ നിധി വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിലേക്ക് താമസം മാറ്റിയത്? അങ്ങനെയൊന്നുമില്ല ദിവ്യ, ദിവ്യ ചിന്തിക്കുന്നത് പോലെ ഒന്നുമില്ല, നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട. ശരി നിധി എന്ന് പറഞ്ഞ ദിവ്യ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് രാജന്റെ കടയിലിരുന്ന് സ്നാക്സ് കഴിക്കുകയാണ് ഭാസ്കരൻ. അവിടേക്ക് വന്ന ഗംഗാധരൻ ഒരു ചായ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ചായ ആദ്യം ചോദിച്ചത് ഞാനാണ്, എനിക്ക് ചായ തന്നിട്ട് വേറെ ആർക്ക് വേണമെങ്കിലും കൊടുത്തു. അപ്പൊ രാജൻ പറയുകയാണ്, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ രണ്ടുപേർക്കും ഒരേ സമയത്ത് തന്നെ തരാം. ഈ സമയം കടയിലേക്ക് വന്ന് ബിസ്ക്കറ്റ് വാങ്ങുകയാണ് സുഭാഷ്. രാജൻ ചോദിക്കുന്നു, സുഭാഷേ നിന്റെ അനുജന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയോ? അങ്ങനെയൊന്നും ഇല്ലാന്ന് സുഭാഷ് പറയുമ്പോൾ രാജൻ പറയുകയാണ്, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് ആ പെണ്ണ് പോയെന്നാണല്ലോ. ഒരാൾ പറയുന്നു, ആ പെണ്ണിപ്പം വീട്ടിലില്ല. രാജൻ ചോദിക്കുന്നു, ആ പെണ്ണിന്റെ നാട് എവിടാ? ഒരാൾ പറയുകയാണ്, തക്കലയാ. ഇത് കിട്ടിയ രാജൻ പറയണോ, ഓ തക്കലയാണോ? അവൾ അവിടെ വീട്ടിലേക്ക് പോയി കാണും. ഇത്രയും നാള് ആ കുട്ടി എങ്ങനെ അവിടെ താമസിച്ചെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഗംഗാധരൻ പറയുകയാണ്, നാട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി റിസപ്ഷൻ നടത്തി. അങ്ങനെയൊക്കെ റിസപ്ഷൻ നടത്തിയാൽ മാത്രം ആ പെണ്ണ് അവിടെ ജീവിക്കൂ? ആ വീടിന്റെ ശാപം അത്, സ്ത്രീകൾ വാഴില്ല. സുഭാഷ് പറയുകയാണ്, ചേട്ടാ ഒന്ന് പെട്ടെന്നതാ. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ രാജൻ സാധനങ്ങൾ എടുത്ത് സുഭാഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഉറക്കെ ചിരിച്ചുകൊണ്ട് ഗംഗാധരൻ പറയുകയാണ്, മഹാരാജാവിന് ദേഷ്യം വന്നു, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, അതാ ഓടി പോകുന്നത്. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നിങ്ങൾ എന്തിനാ
വിചാരിച്ചിരിക്കുന്നത് അവന് ചിലപ്പോൾ മറുപടിയില്ലായിരിക്കും, പക്ഷെ മറുപടി എന്റെ കയ്യിലുണ്ട്. പറയട്ടെ, എന്ത് മറുപടിയാണ് ഉള്ളതെന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എല്ലാവരോടും പറയാൻ എനിക്ക് മറുപടിയുണ്ട്. വാ ബ്രദർ എന്ന് പറഞ്ഞ് ഗംഗാധരനെയും കൂട്ടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ഭാസ്കരൻ. എന്താണ് നിനക്ക് വേണ്ടതെന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എന്റെ മരുമകള് വീട് വിട്ടു പോയതൊക്കെ ഇരിക്കട്ടെ, നിന്റെ മരുമകള് അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കണോ വേണ്ടോ എന്ന് നീ തീരുമാനിക്കും. ദേ നോക്ക്, ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്ന് ഗംഗാധരൻ പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, എന്ത് ഞാനാണോ ആവശ്യമില്ലാതെ സംസാരിച്ചത്? ഇത്രയും നേരം നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കുകയല്ലായിരുന്നു. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. സുരന്ദ കല്യാണ തലേന്ന് എന്റെ മകനെ കെട്ടണമെന്ന് പറഞ്ഞ ഒറ്റക്കാലി വന്ന് നിന്നില്ലേ? ആ കാര്യം, ആ രഹസ്യം ഇവിടെ പറയട്ടെ. ഞാൻ എല്ലാ നാട്ടുകാരെയും വിളിച്ചുകൂട്ടി പറയാൻ പോകുക. പിന്നെ നാട്ടുകാരെ എന്റെ വീട്ടിലെ കഥയൊന്നും പറയില്ല. നിന്റെ മരുമകൾ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വന്ന കഥയായിരിക്കും എല്ലാവരും പറയുന്നത്. പറയട്ടെ, ഞാൻ പറയട്ടെ എന്ന് ഭാസ്കരൻ ഉറക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയാണ്. ടെൻഷനോടുകൂടി ഗംഗാധരൻ പറയുന്നു, ദേ നോക്ക്, അതേപോലെ നീ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ എന്ത് ചെയ്യുമെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഒരാൾ ചോദിക്കണ്ട, ചേട്ടനും അനുജനും കൂടി എന്ത് രഹസ്യ സംസാരിക്കുന്നത്? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഓ ഞങ്ങൾ വെറുതെ സംസാരിച്ചതാ. എന്റെ വീട്ടിലെ കഥയിനെക്കാട്ടിലും നല്ല കഥയാണിത്, നിങ്ങൾക്ക് കേൾക്കണോ? പറ ഭാസ്കരേട്ടാ അയാൾ പറയുമ്പോൾ, ചേട്ടാ ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ് ഭാസ്കരൻ. ഗംഗാധരൻ പറയുന്നു, വെറുതെ ഇരിക്കും, ഇവന് ഭ്രാന്താ. ഭാസ്കരൻ ചോദിക്കുന്നു, എനിക്ക് ഭ്രാന്താണോ? ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നാറും. അങ്ങനെ ഭാസ്കരൻ ഗംഗാധരനെ ഭീഷണിപ്പെടുത്തുകയാണ്. തുടർന്ന് രാവിലെ എഴുന്നേൽക്കാതെ കിടക്കുകയാണ് നികേഷ്. കുറച്ച് ഇപ്പുറത്തായി ഫോണിൽ നോക്കിയിരിക്കുകയാണ് സുധീഷ്. അരികിലേക്ക് വന്ന് നെറ്റിയിൽ തൊട്ട് നോക്കി സുഭാഷ് പറയുന്നു, എടാ നിനക്ക് നല്ല പനിയുണ്ടല്ലോ, ഞാൻ ഗുളിക എടുത്തു തരാന്ന് പറഞ്ഞ് സുഭാഷ് നികേഷിന് ഗുളിക എടുത്തു കൊടുക്കുമ്പോൾ ടെൻഷനോടുകൂടി അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് സുധീഷ്. അവിടേക്ക് വന്ന് ഹരീഷ് ചോദിക്കുന്നു, ഇവനെന്താ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത്? അപ്പോൾ സുഭാഷ് പറയുകയാണ്, എന്ത് നടന്നാലും ഇവന് പനി വരുമല്ലോ, പരീക്ഷ വന്നാ പനി, ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ പനി വരും. ഇപ്പൊ നിധി പോയതിന്റെ പനിയാ, ഗുളിക വല്ലതും വാങ്ങിച്ചോണ്ട് വരണമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, വേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. ശരി സുഭാഷേട്ടാ, ഞാനെങ്കിൽ കടയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് പോകുന്നു. സുഭാഷ് പറയുന്നു, നികേഷ് ഞാനിന്ന് ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് നിന്നെ നോക്കാം. അപ്പൊ നികേഷ് പറയുകയാണ്, അതൊന്നും വേണ്ട സുഭാഷേട്ടാ, സുഭാഷേട്ടൻ പൊയ്ക്കോ, ശരിയായിക്കോളും. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. സുഭാഷേട്ടൻ ജോലിക്ക് പോകും, ഞാൻ അവനെ നോക്കിക്കോളാം. ഇല്ലടാ നിനക്ക് അതൊന്നും അറിയില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ ഇവൻ എന്താ കൈക്കുഞ്ഞാണോ? ഇടയ്ക്കിടയ്ക്ക് ഡയപ്പറൊക്കെ മാറ്റി കൊടുക്കുക. അവന് പനി കുറവുണ്ടോന്ന് നോക്കണം, കൂടുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അത്രയൊക്കെയല്ലേ ഉള്ളൂ. സുഭാഷേട്ടൻ പോ, നീ നന്നായി നോക്കുമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടൻ എന്താ എന്നെ വിശ്വാസമില്ലേ? ഞാൻ നോക്കിക്കോളാം അവനെ. ശരിയടാ നികേഷ്, ഞാൻ എനിക്ക് ജോലിക്ക് പോവാന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് തിരിഞ്ഞെന്ന് പറയുന്നു, സുധീഷ് ഇവന് കഞ്ഞി കൊടുക്കണം, ചൂടുവെള്ളം കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാൻ മറക്കരുത്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അതൊക്കെ എനിക്ക് അറിയാം സുഭാഷേട്ടാ, ഞാൻ നോക്കിക്കോളാം അവനെ. ശരിയടാന്ന് പറഞ്ഞ സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷിന്റെ അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ നിധി വിളിച്ചായിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. നികേഷിന്റെ അരികിലേക്ക് വന്ന് തലോടിക്കൊണ്ട് സുധീഷ് പറയുകയാണ്, നിനക്ക് എങ്ങനാടാ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പനി വരുന്നത്? ചായ വല്ലതും ഉണ്ടാക്കി തരണോ? അപ്പൊ നികേഷ് പറയുകയാണ്, ചായ ഒന്നും വേണ്ട. സുധീഷ് ചോദിക്കുന്നു, നിധി നിന്നെ വിളിച്ചായിരുന്നോ? നിന്നോടാടാ ഞാൻ ചോദിച്ചത്. അപ്പൊ നികേഷ് പറയുകയാണ്, ഇല്ല സുധീഷേട്ടാ. ശരി നീ വേണമെങ്കിൽ അവളെ ഒന്ന് ഫോൺ വിളിക്കുന്ന സുധീഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കണേ എന്തിന്? അപ്പൊ സുധീഷ് പറയുന്നു, ചുമ്മാ വിളിക്കടാ, വീഡിയോ കോൾ വിളിച്ചാലും മതി. ഫോൺ ചെയ്ത് നിനക്ക് വയ്യാന്ന് പറ, പനിയാണെന്ന് പറ. നിനക്ക് വയ്യാന്നറിഞ്ഞാൽ ഉടനെ അവൾ ഓടി വരും. ഞാൻ വിളിക്കില്ല എന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയടാ, നീ വിളിച്ചാൽ ഉറപ്പായിട്ട് അവള് വീട്ടിലേക്ക് വരും. അപ്പൊ നികേഷ് പറയണ, സുധീഷേട്ടൻ പോയെ, സുധീഷേട്ടൻ വേണമെങ്കിൽ പോയി ഏട്ടത്തെ വിളിച്ചോണ്ട് വാ, എനിക്ക് വയ്യ. അപ്പൊ സുധീഷ് പറയണ, അവള് പോയതോർത്താ നിനക്ക് പനി വന്നത്. അപ്പൊ നികേഷ് പറയണ, സുധീഷേട്ടനെ എനിക്ക് അറിയാലോ, അഭിനയിക്കണ്ട, എഴുന്നേറ്റ് പോ. അപ്പൊ സുധീഷ് പറയണ, പോടാ ഞാൻ പോവാ, ഇവനൊരു കൈക്കുഞ്ഞ്, പനി വന്നാൽ അവനെ നോക്കാൻ ഒരാള് വേണം, എനിക്കങ്ങ് വയ്യാന്ന് പറഞ്ഞ് സുധീഷ് ഫോണിൽ നോക്കിക്കൊണ്ട് അവിടേക്ക് ഇരിക്കുകയാണ്. നികേഷ് ക്ഷീണത്തോടുകൂടി അവിടേക്ക് കിടക്കുന്നു. സുധീഷ് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന നികേഷിനെ നോക്കുന്നുണ്ട്. തുടർന്ന് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുഭാഷ്. മോക്ക് സുഖമാണോ എന്നാ സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, സുഖ സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടന് സുഖമാണോ? സുഭാഷ് ചോദിക്കുന്നു, ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ ചെയ്ത് ശല്യമാക്കിയോ? അയ്യോ അങ്ങനെയൊന്നും ഇല്ലാന്നാ നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ആദ്യമായിട്ട് മോള് ഹോസ്റ്റലിൽ താമസിക്കുകയല്ലേ, അതാ ഞാൻ വിളിച്ചത്. നിധി പറയുന്നു, എനിക്ക് ഓക്കെയാണ് സുഭാഷ് ഏട്ടാ, ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, പതിയെ പതിയെ ശരിയായിക്കോളൂ. സുഭാഷ് പറയുന്നു, എന്തുണ്ടെങ്കിലും മോൾ എന്നെ വിളിക്കണം, എപ്പോ വേണമെങ്കിലും മോക്ക് വീട്ടിലേക്ക് വരാം. അതുകൊണ്ട് നിധി വീട്ടിലേക്ക് വരണമെന്നല്ല അർത്ഥം. നിധിക്ക് ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ സുഭാഷ് ഏട്ടനോട് പറയണം. ഞാൻ പറയാം സുഭാഷ് ഏട്ടാ നിധി പറയുമ്പോൾ സുഭാഷ് പറയുന്നു, ശരി മോളെ, മോള് കഴിച്ചായിരുന്നു? കഴിച്ചു എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് നിധിയുടെ ഓർമ്മയായിരുന്നു. ശരി മോളെ, നന്നായി കഴിക്കണം, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. നിധി പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ. നികേഷിന് സുഖമാണോ? വിഷമത്തോടു കൂടി ഒന്ന് ആലോചിച്ച് സുഭാഷ് പറയുന്നു, അവൻ സുഖമായിട്ടിരിക്കുന്നു മോളെ. അവന് വിഷമം ഉണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, വിഷമം ഇല്ലാതിരിക്കുക മോളെ, പതിയെ പതിയെ എല്ലാം ശരിയായിക്കോളും, എല്ലാം അങ്ങ് ശീലമാകും. കണ്ടു തിറങ്ങിയ നിധി പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, അവനെ നോക്കിക്കോണേ. സുഭാഷ് പറയുന്നു, ശരി മോളെ, ഞാൻ നോക്കിക്കോളാം. മോള് സന്തോഷമായിട്ടിരിക്കുക, വിഷമിപ്പിക്കുന്ന ഒന്നും ആലോചിക്കണ്ട. മോൾ അവിടെ തനിച്ചാണെന്ന് മാത്രം വിചാരിക്കണ്ട, മോക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ ഉടനെ ഓടി വരാം. ശരി മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് വിഷമത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യുമ്പോൾ
നിധി ഓഫീസിനകത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് നിധി ഓർക്കുകയാണ് സുഭാഷിന്റെ വാക്കുകൾ. മോക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ ഉടനെ ഓടി വരാം. തുടർന്ന് വിഷമത്തോടുകൂടി തന്റെ ജോലികൾ ചെയ്യുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്